തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അതിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ കൊലപാതകം. വഞ്ചിയൂർ സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. വഞ്ചിയൂർ സ്വദേശി തന്നെയായ പ്രദീപാണ് പ്രദീപിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് വിശാഖ്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, എന്താണ് സംഭവിച്ചത്? ഈ കൊല്ലപ്പെട്ടത് എപ്പോഴാണ്? റോഷ്നി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ കൊലപാതകമുണ്ടായത്. വഞ്ചിയൂർ കൈതമുക്കിലാണ് ഈ കൊലപാതകം നടന്നത്. വഞ്ചിയൂർ സ്വദേശിയായ വിശാഖിനെയാണ് ഈ വഞ്ചിയൂർ സ്വദേശിയായ പ്രദീപ് കൊലപ്പെടുത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. നേരത്തെ ഈ വിശാഖും പ്രദീപും തമ്മിൽ ചില അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പ്രദീപിനെ നേരത്തെ വെട്ടിയ കേസിലെ പ്രതി കൂടിയാണ് വിശാഖ്. ഇതിന്റെ ഈ കേസും മറ്റ് വിചാരണ നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഈ പ്രദീപ് വിശാഖിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പാണ് വഞ്ചിയൂർ കൈതമുക്കിൽ വെച്ച ഈ കൊലപാതകം ഉണ്ടാകുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശാഖ് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ മലയിൻകീഴുള്ള ഒരു സ്ഥലത്ത് കഴിയുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അമ്മയെ കാണാനായാണ് വഞ്ചിയൂരിൽ ഈ വിശാഖ് എത്തിയത്. ഈ സമയമാണ് പ്രദീപ് വിശാഖിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൈക്കും കാലിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെട്ടേറ്റു എന്നതാണ് പോലീസ് പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിശാഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒപ്പം ഈ രണ്ടു പേർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ കൊല്ലപ്പെട്ട വിശാഖ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. ഒപ്പം നേരത്തെ ഈ പ്രദീപിനെ, നിലവിലെ കേസിലെ പ്രതിയായ പ്രദീപിനെ കുറെ നാൾ മുമ്പ് വെട്ടി പരിക്കേൽപ്പിച്ച കേസിലും വിശാഖ് പ്രതിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഉച്ചയോടുകൂടി ഈ കൈതമുക്കിൽ വെച്ചാണ് ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പ്രദീപിനായി ഇപ്പോൾ പോലീസിന്റെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം പ്രദീപ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. ഈ അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രദീപിനെതിരെയും നേരത്തെ ചില കേസുകൾ നിലനിന്നിരുന്നു. ഇവർ തമ്മിലുള്ള വൈരാഗ്യമാണ്, വിരോധമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രധാനമായും പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായി പറയുന്ന കാര്യം. കാരണം ഇപ്പോൾ ഇതിൽ പ്രതിയായ പ്രദീപിനെയാണ് ഈ കൊല്ലപ്പെട്ട വിശാഖ് നേരത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അന്ന് പ്രദീപിന് ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായി പരിക്കേൽക്കുക ചെയ്തിരുന്നു. അതിന്റെ ഒരു പകയാണ് ഇപ്പോൾ ഈ വിശാഖിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് എന്തായാലും പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതിക്കായും ഈ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ കൊല്ലപ്പെട്ട വിശാഖിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. കൈക്കും കാലിനും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെട്ടേറ്റു എന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കൊല്ലപ്പെട്ട വിശാഖിന് 42 വയസ്സാണ് പ്രായം. പ്രദീപിന് 38 വയസ്സാണ് പ്രായം. സമയം മുമ്പ് കുറച്ച് അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ കൊലപാതകം നടന്നിട്ട് ഈ പ്രതിക്കായി പലയിടങ്ങളിലും പോലീസിന്റെ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, MG പ്രതീഷാണ് ഇപ്പോൾ വന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.